ഇന്നത്തെ വീഡിയോ കുറച്ച് ദിവസങ്ങളിലായി നമ്മുടെ ചാനലിൽ ആവർത്തിച്ചു വരുന്ന ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായാണ് ചെയ്യുന്നത്. എന്താണ് ഹൈടെക് മഷ്റൂം ഫാം? എന്തുകൊണ്ട് ഹൈടെക് ഫാമിങ്ങിലോട്ട് മാറി? നിങ്ങളുടെ ഫാമിന് എത്ര രൂപ ചിലവായി? തുടങ്ങിയവയൊക്കെയാണ് ഈ ചോദ്യങ്ങൾ. കൂൺ കൃഷിയിൽ വിളവിനെ സ്വാധീനിക്കുന്ന കുറച്ചേറെ ഘടകങ്ങളുണ്ട്. ടെമ്പറേച്ചർ അഥവാ താപനില, ഹ്യൂമിഡിറ്റി അഥവാ ഈർപ്പം, കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ്, എയർ ഫ്ലോ അതായത് വായുസഞ്ചാരം, ലൈറ്റ് തുടങ്ങിയവ. ഈ പറഞ്ഞ ഘടകങ്ങളെല്ലാം കൃഷിക്ക് ആവശ്യമായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് കൂണിന്റെ ഉൽപാദന സ്ഥിരതയെയും ഗുണനിലവാരത്തെയും നല്ല രീതിയിൽ സ്വാധീനിക്കും. പഴയ രീതിയിലുള്ള മഷ്റൂം ഫാമുകളിൽ താപനില കൂടുന്നത് കൂൺ ഉൽപാദനത്തെ ദോഷകരമായി ബാധിക്കും എന്നതുകൊണ്ടാണ് പുതിയ തലമുറ ഹൈടെക് ഫാമുകളെ ആശ്രയിക്കുന്നത്. മുമ്പ് പറഞ്ഞതുപോലെ ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, കാർബൺ ഡൈ ഓക്സൈഡ്, ലൈറ്റ് തുടങ്ങിയവയെ ഒക്കെ കൂൺ കൃഷിക്ക് അനുയോജ്യമായ രീതിയിൽ ക്രമീകരിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കി അതിൽ സ്ഥിരതയോടെ കൂൺ ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് ഹൈടെക് മഷ്റൂം ഫാം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കൂണിന്റെ ഉൽപാദന സ്ഥിരതയും ഗുണമേന്മയുമാണ് ഇതിലൂടെ നമുക്ക് ഉറപ്പാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ കൃഷി ചെയ്ത് ഉൽപാദനം വർദ്ധിപ്പിക്കാനും ഇത്തരം ഫാമുകൾ സഹായിക്കുന്നു. പല രീതിയിലുള്ള ഹൈടെക് ഫാമുകളുണ്ട്. വ്യത്യസ്ത രീതിയിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് മുൻപറഞ്ഞ ഘടകങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഫാമുകൾ, ഹ്യൂമിഡിഫയർ, ഫോഗർ, ഫാൻ ആൻഡ് പാഡ് സിസ്റ്റം തുടങ്ങിയവയൊക്കെ അതിൽ ചിലതാണ്. ഇവിടെ ഞങ്ങളുടെ ഫാമിൽ ഉപയോഗിക്കുന്നത് ഇതിൽ പറഞ്ഞ ഫാൻ ആൻഡ് പാഡ് സിസ്റ്റമാണ്. കാരണം ഈ ഒരു സിസ്റ്റം മാത്രം ഉപയോഗിച്ച് കൂൺ കൃഷിക്ക് ആവശ്യമായ അന്തരീക്ഷം ഒരുക്കാൻ കഴിയുന്നു എന്നതാണ്. മറ്റ് രീതികളെ ആശ്രയിക്കേണ്ടി വരുമ്പോൾ ഇടത്തരം കർഷകർക്ക് താങ്ങാൻ പറ്റാത്ത സാമ്പത്തിക ചിലവ്, അതുമല്ലെങ്കിൽ അന്തരീക്ഷം പൂർണ്ണമായും കൺട്രോൾ ചെയ്യാൻ കഴിയാതെ വരുന്നതൊക്കെ ചില ന്യൂനതകളായി ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. ഇന്ന് കേരളത്തിൽ ഭൂരിഭാഗം ഹൈടെക് ഫാമുകളിലും ഫാൻ ആൻഡ് പാഡ് സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി എന്താണ് ഫാൻ ആൻഡ് പാഡ് സിസ്റ്റം? നമ്മൾ ഗൂഗിളിൽ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ ഫാൻ ആൻഡ് പാഡ് സിസ്റ്റം എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഹണികോംബ് കൂളിംഗ് പാഡ് എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട് എന്ന് കാണാം. തേനീച്ച കൂടുകളിൽ തേനീച്ച ഉണ്ടാക്കുന്ന അടകളോട് രൂപസാദൃശ്യം ഉള്ളതുകൊണ്ടാണ് ഈ പറഞ്ഞ സിസ്റ്റത്തിന് ഇങ്ങനൊരു പേര് കൂടി വരാൻ കാരണം. ഫാമുകളുടെ വലിപ്പത്തിന് ആനുപാതികമായാണ് ഫാൻ ആൻഡ് പാഡ് സിസ്റ്റത്തിന്റെ വലിപ്പവും തീരുമാനിക്കുന്നത്. 400 സ്ക്വയർ ഫീറ്റ് വരുന്ന 1000-നും 1200-നും ഇടയിൽ ബെഡ് കപ്പാസിറ്റിയുള്ള ഞങ്ങളുടെ ഒരു ഫാമിൽ 10 അടി നീളവും 4 അടി വീതിയും 6 ഇഞ്ച് കനവുമുള്ള ഹണികോംബ് കൂളിംഗ് സിസ്റ്റവും 18 ഇഞ്ച് വരുന്ന 2 ഫാനുകളുമാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. 32 ഇഞ്ചിനും 42 ഇഞ്ചിനും ഇടയിലുള്ള ഒറ്റ ഫാനാണ് ഇതിന് ഏറ്റവും അനുയോജ്യം എന്ന് ഓർമ്മിപ്പിക്കട്ടെ. ഈ അളവിന്റെ ഫാൻ ലഭ്യമാക്കാൻ കാലതാമസം എടുത്തപ്പോഴാണ് ലഭ്യമായ 2 ഫാനുകൾ ഞങ്ങളുടെ ഫാമിൽ ഉപയോഗിച്ചത്. ഷെഡിന്റെ എൻഡ് ഭാഗത്ത്, അതായത് അവസാന ഭാഗത്ത് തറയിൽ നിന്ന് 3 അടി ഉയരത്തിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന കൂളിംഗ് പാഡിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന ചുവരിൽ 3.5 to 4 അടി ഉയരത്തിൽ കൂളിംഗ് പാഡിന്റെ സെന്റർ ഭാഗത്തായി വരുന്ന രീതിയിലാണ് ഫാനുകൾ ഘടിപ്പിക്കുക. ഫാൻ ആൻഡ് പാഡ് കൂളിംഗ് സിസ്റ്റം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഫാം ഫുൾ ക്ലോസ്ഡ് ആയിരിക്കണം. കൂളിംഗ് പാഡിൽ കൂടി മാത്രമേ എയർ ഫ്ലോ ഫാമിൽ ഉണ്ടാകാൻ പാടുള്ളൂ എന്നത് കണക്കിലെടുത്താകണം ഫാം നിർമ്മാണം. അതിനായി തെർമോകോൾ സീലിംഗ്, അലുമിനിയം ബബിൾ ഷീറ്റ് ഉപയോഗിച്ചുള്ള കവറിംഗ് ഒക്കെ ഫാം നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നു. ഇതൊക്കെയാണ് ഫാം നിർമ്മിക്കുമ്പോൾ കുറച്ചധികം സാമ്പത്തിക ചിലവ് വരുന്ന പണികൾ. ഇതുപോലുള്ള മറ്റ് സൗകര്യങ്ങൾ ഉപയോഗിച്ചോ നമ്മുടെ സാമ്പത്തിക ശേഷിക്കകത്ത് നിന്നുകൊണ്ട് ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, കാർബൺ ഡൈ ഓക്സൈഡ്, എയർ ഫ്ലോ, ലൈറ്റ് തുടങ്ങിയവയൊക്കെ മഷ്റൂം ഫാമിന് ആവശ്യമായ രീതിയിൽ കൊണ്ടുവരാൻ കഴിയുന്ന വേറെ ഏതെങ്കിലും നിർമ്മാണ രീതി ഉപയോഗിച്ചോ
നമുക്ക് ഫാം സെറ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ നാട്ടിലെ തന്നെ നിർമ്മാണ തൊഴിലാളികൾ, ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്ന ആളുകൾ തുടങ്ങിയവർക്കൊക്കെ ഇതിനെക്കുറിച്ച് നല്ല ധാരണ ഉള്ളതാണെന്നും നമ്മുടെ ആവശ്യം പറഞ്ഞാൽ നമ്മുടെ ബജറ്റിൽ നിന്നുകൊണ്ട് ഒരു ഫാം നിർമ്മിക്കാം എന്നതിനും നല്ലൊരു ഉദാഹരണമാണ് ഞങ്ങളുടെ ഫാം. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത് പ്രകാരം അളവുകളുള്ള ഒരു ഫാൻ ആൻഡ് പാർട്ട് കൂളിംഗ് സിസ്റ്റത്തിന് ഞങ്ങൾക്ക് ചിലവായത് 40,000-നും 42,000-നും ഇടയിലുള്ള ഒരു തുകയാണ്. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഡീറ്റെയിൽ എടുത്തോ ഓൺലൈൻ ഷോപ്പിംഗ് ആപ്പുകൾ ഉപയോഗിച്ചോ ഒക്കെ കൂളിംഗ് സിസ്റ്റം വാങ്ങാവുന്നതാണ്. ഞങ്ങളുടെ ഫാമിലോട്ട് കൂളിംഗ് പാഡ് എത്തിച്ചത് കോയമ്പത്തൂരിൽ നിന്നാണ്. സയന്റിഫിക്കലി പറയാൻ അറിയില്ലെങ്കിലും കൂൺ കൃഷിയുടെ ഒരു ഭാഗമായി നിൽക്കുന്നതുകൊണ്ട് ഇതിന്റെ പ്രവർത്തനം ചെറുതായി ഒന്ന് പറയാം. ഒരു ടാങ്കിൽ നിറച്ചിരിക്കുന്ന വെള്ളം ചെറിയൊരു മോട്ടറിന്റെ സഹായത്തോടെ പൈപ്പ് വഴി കൂളിംഗ് പാഡിലോട്ട് എത്തിക്കുന്നു. എപ്പോഴും നനവുള്ള ഈ കൂളിംഗ് പാഡിലൂടെ മാത്രമേ പുറത്തുനിന്ന് എയർ ഇത്തരം ഫാമുകളിൽ പ്രവേശിക്കുകയുള്ളൂ. അതുമൂലം ഫാമിലെ ടെമ്പറേച്ചർ കുറയ്ക്കാനും ഹ്യൂമിഡിറ്റി നിലനിർത്താനും കഴിയുന്നു. കൂളിംഗ് പാഡിന് ഓപ്പോസിറ്റ് വർക്ക് ചെയ്യുന്ന വലിയ ഫാൻ കൂളിംഗ് പാഡിൽ കൂടി വരുന്ന വായുവിനെ ഫാം മുഴുവൻ വ്യാപിക്കാൻ സഹായിക്കുന്നു. ഏതെങ്കിലും കാരണവശാൽ ഫാമിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടിയാൽ അതും ഈ സിസ്റ്റം പുറന്തള്ളുന്നതാണ്. 100 ബെഡ് കപ്പാസിറ്റിയിലൊക്കെ കൂൺ കൃഷി തുടങ്ങുന്നവർക്ക് ഇത്ര മുതൽ മുടക്കി ഫാൻ ആൻഡ് പാഡ് സിസ്റ്റം ഒന്നും ചെയ്യണമെന്നില്ല. അതിൽ ഫോഗർ ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നതാകും നല്ലത് എന്നാണ് അനുഭവം.